ഇറാനിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ചിത്രങ്ങൾ ആഗോള വ്യാപകമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ അമേരിക്കയും ഇസ്രയേലും കൂടി മിസൈൽ ആക്രമണത്തിൽ തകർത്തതിന് ശേഷവുമുള്ള ചിത്രങ്ങളുടെ താരതമ്യ പഠനം അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ ആ പഠനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ ലഭ്യമായ വിവരങ്ങൾ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ ഏജൻസികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. യുഎസും ഇസ്രായേലും ചേർന്ന് തകർത്ത ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് തകർക്കപ്പെട്ട അവസ്ഥകളുടെ 60% തങ്ങൾ പുനർനിർമ്മിക്കുകയും ആയുധശേഷിയെ വീണ്ടെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൂടാതെ അമേരിക്കയ്ക്ക് ഞെട്ടലുളവാക്കിയ മറ്റൊരു വിഷയം ഏറ്റവും ഒടുവിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം. ആ ആക്രമണത്തോടുകൂടി ഇറാൻ സമ്പൂർണമായും സമാധാന ചർച്ചകളിൽ നിന്നും പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ഈ നിലപാടിനെക്കുറിച്ച് തസ്നീം ന്യൂസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അന്താരാഷ്ട്ര നിരീക്ഷകർ ആകെ ആശങ്കയോടുകൂടി കാണുകയാണിത്. ഒപ്പം അവസാനമായി പുറത്തുവന്ന ഈ ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കയെ പോലും പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ ഈ പോക്കാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് സമാധാന ചർച്ചകളിലൂടെ അടുത്ത കാലത്തൊന്നും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ കഴിയില്ല എന്നുള്ള നിർഭാഗ്യകരമായ സത്യം അവർ തിരിച്ചറിയുകയാണ്. സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇറാനിൽ ആക്രമണം നടത്തുക വഴി ഇറാനെ ഒന്നുകൂടി ഭയപ്പെടുത്തി സമാധാന ചർച്ചകൾക്ക് കുറച്ചുകൂടി വേഗതയുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നിരിക്കാം ട്രംപ് ഇതിനിടയിൽ കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇറാൻ ഇമാതിരി ഒരു തീരുമാനത്തിലേക്ക് കടക്കുമെന്ന് യുഎസ് ഒരിക്കലും കരുതിയില്ല. വീണ്ടും ഒരു യുദ്ധത്തെ മുമ്പത്തേക്കാൾ വീറോടെ നേരിടുവാൻ തങ്ങൾ സമ്പൂർണമായും സജ്ജമായിട്ടുണ്ട്, അതിനുള്ള ആയുധശക്തിയും തങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഇറാൻ ലോകത്തോട് ഇപ്പോൾ വിളിച്ചു പറയുന്നത്. സമാധാന ചർച്ചകൾ മുൻപോട്ട് പോകുമ്പോഴും ഇറാനെ സമ്പൂർണമായി തകർക്കണം എന്നുള്ള നിബന്ധനയാണ് ഇസ്രായേലിനുള്ളത്. എന്നാൽ സമാധാന ചർച്ചകളിലൂടെ മാക്സിമം സാധ്യതകളാണ് ട്രംപ് നോക്കുന്നത്. സമാധാനത്തിനായി വിധേയപ്പെട്ട് കാത്തു നിൽക്കുന്ന ഒരു രാജ്യമല്ല ഇറാൻ, ആത്മാഭിമാനമുള്ള ഒരു രാഷ്ട്രം തന്നെയാണ്. അതുകൊണ്ട് തുടർന്ന് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണാം എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ഇറാൻ മുൻപോട്ട് വെക്കുന്നത്. അതേസമയം യുഎസിന് മുന്നറിയിപ്പുമായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി രംഗത്തെത്തി. വെടിനിർത്തൽ ലംഘനത്തിന്റെ അനന്തര ഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഉത്തരവാദികൾ എന്ന് അദ്ദേഹം എക്സിൽ കുറിച്ചു. ലെബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ ഒരു ധാരണയുണ്ടായതിനു ശേഷമാണ് വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്കയും ഇറാനും തമ്മിൽ പ്രവേശിച്ചത്. സമഗ്രമായ വെടിനിർത്തൽ കരാറിൽ ഏതെങ്കിലും മുന്നണിയുടെ ലംഘനമുണ്ടായാൽ വെടിനിർത്തൽ ലംഘനമായി തന്നെ കണക്കാക്കും എന്ന് വ്യക്തമാക്കിയാണ് ഈ കരാർ പൂർത്തീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്ത അതേ മുന്നണി തന്നെ ആ കരാർ ലംഘിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ആ ലംഘനത്തിന്റെ അനന്തര ഫലങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും മാത്രമായിരിക്കും ഉത്തരവാദികൾ എന്നാണ് അബ്ബാസ് അരാക്ചി പറഞ്ഞു വെച്ചത്. എന്തായാലും പുതുതായി പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടയ്ക്കുവാൻ ഇറാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ചില നാളുകൾക്ക് മുമ്പ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിലെ മിസൈൽ ബങ്കറുകൾ, ഭൂഗർഭ തുരങ്കങ്ങൾ, മിസൈൽ സംഭരണ കേന്ദ്രങ്ങൾ, ആണവ സൗകര്യങ്ങൾ എന്നിവയൊക്കെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷം എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പുറത്തു വന്ന സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിരവധി തുരങ്കവാതിലുകൾ തകർന്നു കിടക്കുന്നതും പ്രവേശന മാർഗങ്ങൾ മൂടപ്പെട്ട് കിടക്കുന്നതും വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ ഈ മെയ് മാസത്തിൽ പുറത്തു വന്ന ചിത്രങ്ങളിൽ ബുൾഡോസറുകളും ഭാരവാഹനങ്ങളും ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും മൂടിക്കിടക്കുന്ന തുരങ്കവാതിലുകൾ വീണ്ടും തുറക്കുന്നതും കണ്ടെത്തി. ചില റിപ്പോർട്ടുകൾ പ്രകാരം ആക്രമിക്കപ്പെട്ട 69 തുരങ്ക പ്രവേശനങ്ങളിൽ ഏകദേശം 50 എണ്ണം വീണ്ടും പ്രവർത്തനക്ഷമമാക്കി എന്നുള്ളതാണ് വിലയിരുത്തൽ. ആണവ കേന്ദ്രങ്ങളായ ഫോർഡോ, നദാൻസ്, ഇസ്ഫഹാൻ തുടങ്ങിയ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും സുരക്ഷാ ശാക്തീകരണങ്ങളും നടക്കുന്നതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് യുഎസ് മാധ്യമങ്ങളുടെ ഇപ്പോഴുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോഴും വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും ഡ്രോൺ ശേഖരവും നിലനിർത്തുവാൻ കഴിയുന്നുണ്ട് എന്ന് അവർ കണക്കാക്കുന്നു. ഭൂഗർഭ തുരങ്ക ശൃംഖലകളും മൊബൈൽ ലോഞ്ചറുകളും പൂർണ്ണമായി നിർവീര്യമാക്കുക അത്ര എളുപ്പമല്ല. അതേസമയം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ചില നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇന്ധന ലോജിസ്റ്റിക് ശൃംഖലകൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ ഇറാന്റെ ആക്രമണശേഷിയെ ബാധിച്ചിട്ടുണ്ടാകാം. അതിനാൽ പഴയതുപോലെ ദീർഘകാല യുദ്ധം നടത്തുവാനുള്ള ശേഷി ഉടൻ തന്നെ അവർ വീണ്ടെടുത്തു എന്ന് പറയാനാവില്ല. എങ്കിലും പെട്ടെന്നൊരു യുദ്ധമുണ്ടായാൽ പഴയതുപോലെ ചിലപ്പോൾ, അല്ലെങ്കിൽ അതിനേക്കാൾ ഊർജ്ജസ്വലമായി തിരിച്ചടിക്കുവാൻ അവർക്കാകും എന്നാണ് യുഎസ് ഇന്റലിജൻസ് കേന്ദ്രങ്ങളുടെ നിരീക്ഷണം. അമേരിക്കയ്ക്ക് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമനാവിക ശക്തിയുണ്ട്. ആ മേഖലയിൽ വ്യാപകമായ സൈനിക സാന്നിധ്യവും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്കയ്ക്കുണ്ട്. എന്നാൽ അടുത്ത കാലത്തെ സംഘർഷങ്ങൾ തെളിയിച്ച ഒരു കാര്യം, ഇറാന്റെ കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകളും വലിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങളും പൂർണ്ണമായും തടയുവാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അതിനെ മറികടന്ന് ഇറാൻ തിരിച്ചടിക്കുന്നുണ്ട്, ഇറാന്റെ ലക്ഷ്യം അവർ നേടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭാവിയിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടായാൽ
അമേരിക്കയ്ക്ക് ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വീണ്ടും ചിലപ്പോൾ നാശനഷ്ടങ്ങൾ വരുത്തുവാൻ കഴിയുമായിരിക്കും. എന്നാൽ എല്ലാ മിസൈൽ ശേഷിയും പൂർണ്ണമായി ഇല്ലാതെയാക്കുക പ്രയാസകരമായിരിക്കും എന്നാണ് വിലയിരുത്തൽ. ഇവിടെ ടെലിവിഷൻ സ്ക്രീനുകളിലും സോഷ്യൽ മീഡിയ റീലുകളിലും നമ്മൾ കാണുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടാവും. രാത്രിയിലെ ആകാശത്തെ കീറിമുറിച്ചു പായുന്ന മിസൈലുകളും അവയെ തടയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കാണുമ്പോൾ ലോകമൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ് എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. എന്നാൽ അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ അടച്ചിട്ട മുറികളിൽ ചർച്ച ചെയ്യുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അതെന്തെന്നാൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് ഇറാന്റെ യഥാർത്ഥ ശേഷിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഭയപ്പെടുന്നത് മിസൈലുകൾ കുതിച്ചുയരുന്നതിനെയല്ല, അതിനേക്കാൾ ഭയപ്പെടുത്തുന്നത് മറ്റു ചില കാര്യങ്ങളെയാണ്. അത് പൂർണ്ണവും സമ്പൂർണവുമായ നിശ്ചലതയാണ്. വരുവാൻ പോകുന്ന ആ വൻ ദുരന്തം തീയും ഇടിയും മുഴക്കിക്കൊണ്ടായിരിക്കില്ല വരിക, മറിച്ച് സൈനിക ആസൂത്രകർ സൈറനുകളെക്കാളും ഭയപ്പെടുന്ന ഒരു ഭീതിതമായ നിശബ്ദതയോടുകൂടിയായിരിക്കും. പ്രവർത്തനം നിലച്ച തുറമുഖങ്ങളുടെ, ഒരിടത്തേക്ക് നയിക്കാത്ത റോഡുകളുടെ, യുദ്ധസാമഗ്രികൾ എത്തിക്കുന്ന വിമാനങ്ങളെ സ്വീകരിക്കുവാൻ കഴിയാത്ത വിധം തകർന്നടിഞ്ഞ റൺവേകളുടെ നിശബ്ദത. വാസ്തവത്തിൽ നമ്മൾ ഈ സാഹചര്യത്തിൽ ചർച്ച ചെയ്യേണ്ടത് മാധ്യമ വാർത്തകൾക്കും ഭൂഗർഭ താവളങ്ങൾക്കും പിൻപിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവരുടെ നിഗൂഢ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചാണ്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ഗണിതശാസ്ത്രങ്ങളെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുതയാണ് പശ്ചിമേഷ്യയിലെ അധികാര സമവാക്യങ്ങളെ നിർണ്ണയിക്കുന്നത്. എന്നാൽ കുറച്ചു കാലം മുൻപ് വരെ ഇതൊരു നിഴൽ യുദ്ധം അല്ലെങ്കിൽ പ്രോക്സി യുദ്ധം മാത്രമായിരുന്നു. രഹസ്യ ഓപ്പറേഷനുകൾ, സൈബർ ആക്രമണങ്ങൾ, ശാസ്ത്രജ്ഞന്മാരെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ എന്നിവയിലൂടെയായിരുന്നു ഇരുപക്ഷവും പോരാടിയത്. എന്നാൽ സമീപകാല സംഭവങ്ങൾ ഈ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിച്ചു. ഒളിച്ചുകളികൾ അവസാനിച്ചു. ഏറ്റുമുട്ടലുകൾ നേരിട്ടും പരസ്യവുമായി മാറി. ട്രംപ് ഭരണകൂടം സൂചിപ്പിച്ച താൽക്കാലിക വെടിനിർത്തൽ ശ്രമങ്ങൾ പോലും അസ്ഥിരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആണവ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ നാശമായിരിക്കും ഫലമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുമ്പോഴും പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുമ്പോഴും പശ്ചാത്തലത്തിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറുന്നേയില്ല. ഇവിടെയാണ് നമ്മൾ ഇറാന്റെ സൈനിക സിദ്ധാന്തം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ യുദ്ധതന്ത്രം എപ്പോഴും ക്ഷമയ്ക്കും തന്ത്രപരമായ സന്ദേശങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒന്നായിരുന്നു. തങ്ങളുടെ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ പെട്ടെന്ന് വിന്യസിക്കുന്നതിന് പകരം അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായി സമ്മർദ്ദം വർദ്ധിപ്പിക്കുവാനാണ് ഇറാൻ താൽപ്പര്യപ്പെടുന്നത്. പരമ്പരാഗത വ്യോമാധിപത്യമുള്ള അമേരിക്കയോ ഇസ്രായേലോ പോലെയുള്ള ശത്രുക്കളെ നേരിടുവാൻ ഇറാൻ പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്തത് അസാധാരണമായ യുദ്ധമുറകളാണ്. ശത്രുവിനേക്കാൾ വലിയ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുന്നതിന് പകരം ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നതിലായിരുന്നു ഇറാന്റെ ശ്രദ്ധ മുഴുവനും. ഇതിന്റെ ഫലമായാണ് മലനിരകളുടെയും വിജനമായ മരുഭൂമികളുടെയും ആഴത്തിൽ ഒളിപ്പിച്ച വലിയ തുരങ്ക ശൃംഖലകൾ വെളിപ്പെട്ടു വന്നത്. അതിനെ വെറും ബങ്കറുകൾ എന്ന് വിളിക്കുവാൻ കഴിയില്ല. പകരം ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ എന്ന രീതിയിലാണ് സംബോധന ചെയ്യേണ്ടത്. പുറത്തുനിന്ന് എത്ര വലിയ ബോംബാക്രമണങ്ങൾ ഉണ്ടായാലും തകരാത്ത ഈ താവളങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പുറത്തെടുത്ത് വിക്ഷേപിക്കുവാൻ കഴിയുന്ന മിസൈൽ ലോഞ്ച് സിസ്റ്റങ്ങൾ സദാസമയവും സജ്ജമാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു മുതിർന്ന ഉപദേശകൻ വ്യക്തമാക്കിയത് തങ്ങളുടെ ആയുധ ശേഖരം തീർന്നു പോകാതെ 2 വർഷം തുടർച്ചയായി എല്ലാ ദിവസവും ഇസ്രായേലിനെ ആക്രമിക്കുവാൻ ആവശ്യമായ മിസൈലുകൾ ഭൂഗർഭ അറകൾക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നായിരുന്നു. സമീപകാല ആക്രമണങ്ങളിൽ ഇറാൻ വിക്ഷേപിച്ചത് തങ്ങളുടെ പഴയ മിസൈൽ ശേഖരത്തിൽ നിന്നുള്ളവ മാത്രമാണ് എന്ന് ചില പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ അവർ ബോധപൂർവം ഇപ്പോഴും മാറ്റിവെച്ചിരിക്കുകയാണത്രേ. ഇതൊരു യുദ്ധപ്രകടനമല്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള കൃത്യമായ തന്ത്രപരമായ മുന്നറിയിപ്പാണ്. ആധുനിക യുദ്ധങ്ങൾ ജയിക്കുന്നത് കേവലം വീരവാദം കൊണ്ടല്ല, അത് വെറും ഗണിതം കൊണ്ടാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ എപ്പോഴും പുകഴ്ത്തുന്ന ഒന്നാണ് ഇസ്രായേലിന്റെ ഇരുമ്പ് കോട്ടയായ അയൺ ഡോമും മറ്റു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും. എന്നാൽ ആധുനിക വ്യോമ പ്രതിരോധ ശൃംഖലകൾക്ക് ഭൗതികവും സാമ്പത്തികവുമായ ചില പരിധികളുണ്ട്. ഇവിടെയാണ് ഇറാൻ സാച്ചുറേഷൻ യുദ്ധമുറ പ്രയോഗിക്കുന്നത്. എന്താണ് സാച്ചുറേഷൻ യുദ്ധമുറ എന്ന് പറഞ്ഞാൽ? ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരേ സമയം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതിലും കൂടുതൽ പ്രോജക്റ്റുകൾ ഒറ്റ നിമിഷം കൊണ്ട് വിക്ഷേപിക്കുക. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വ്യക്തിഗത ഭീഷണികളെ തടയുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരേ സമയം 100 കണക്കിന് ലക്ഷ്യങ്ങൾ പല ദിശകളിൽ നിന്നും എത്തുമ്പോൾ റഡാർ ആശയക്കുഴപ്പത്തിലാകും. സാച്ചുറേഷൻ യുദ്ധത്തിന്റെ ഗണിതശാസ്ത്രം ഇങ്ങനെയാണ്. ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒരു ആധുനിക ഇന്റർസെപ്റ്റർ മിസൈലിന് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ചെലവ് വരാം. ഏകദേശം 2 മുതൽ 3 മില്യൺ ഡോളർ വരെയാണ് ഇതിന്റെ ചെലവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ആക്രമണത്തിന് വേണ്ടി ഇറാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്കോ ഹ്രസ്വദൂര പ്രോജക്റ്റിലുകൾക്കോ വെറും $20,000 മാത്രമാണ് ചിലവ് വരിക. ഈ സാമ്പത്തിക അസന്തുലിതാവസ്ഥ ഒരു അപകടകരമായ തന്ത്രപരമായ സമവാക്യമാണ് സൃഷ്ടിച്ചെടുക്കുന്നത്.
ആക്രമണകാരികൾ ഒരേ സമയം നിരവധി വില കുറഞ്ഞ പ്രൊജക്റ്റിലുകൾ വിക്ഷേപിച്ചാൽ പ്രതിരോധിക്കുന്നവർക്ക് തങ്ങളുടെ കോടിക്കണക്കിന് വിലയുള്ള ഇന്റർസെപ്റ്ററുകൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ വെടിവെച്ച് തീർക്കേണ്ടി വരും. ഇന്റർസെപ്റ്ററുകൾ തീരുന്നതോടുകൂടി റഡാറുകൾ സജീവമാണെങ്കിൽ പോലും രാജ്യം പൂർണ്ണമായും പ്രതിരോധമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. പശ്ചിമേഷ്യയിൽ പ്രധാന നഗരങ്ങളും സൈനിക സൗകര്യങ്ങളും തമ്മിലുള്ള ദൂരം വളരെ കുറവായതിനാൽ പ്രതികരണ സമയം വെറും സെക്കൻഡുകൾ മാത്രമാണ്. ഇവിടെ ചെറിയൊരു കണക്കുകൂട്ടലിലെ പിഴവ് പോലും വൻ നാശനഷ്ടങ്ങൾക്ക് കാരണമാക്കി മാറ്റും. ഇനി പറയുവാൻ പോകുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഭാഗമാണ്. ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സൈനിക താവളങ്ങൾക്ക് പകരം ആ താവളങ്ങളെ നിലനിർത്തുന്ന രാജ്യത്തിന്റെ അടിത്തറകളെ ആക്രമിക്കുവാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളെ ആക്രമിക്കുവാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഒരു ആധുനിക സൈന്യത്തിന് യുദ്ധം ചെയ്യുവാൻ വീരവാദം മാത്രം പോരാ, ലോജിസ്റ്റിക്സ് അഥവാ യുദ്ധ സാമഗ്രികളുടെ വിതരണ ശൃംഖല തന്നെ വേണം. ഒരു സൈനിക വ്യൂഹത്തിന് ഒരു ദിവസം ലക്ഷക്കണക്കിന് ലിറ്റർ ഇന്ധനം ആവശ്യമാണ്. ആയിരക്കണക്കിന് വെടിയുണ്ടകൾ വേണം. ഭക്ഷണം, മരുന്ന് എന്നിവയെല്ലാം കൃത്യമായി ലഭ്യമാകണം. ഇസ്രായേൽ പോലെ ഈ പറഞ്ഞ വിഭവങ്ങൾക്ക് വേണ്ടി പുറം ലോകത്തെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്തിന് പ്രധാനമായും 3 തുറമുഖങ്ങളാണുള്ളത്. വടക്ക് ഹൈഫ, മധ്യഭാഗത്ത് അഷ്ഡോദ, ചെങ്കടലിൽ ഇലാത്ത്. ഇവയാണ് ആ രാജ്യത്തിന്റെ ജീവനാഡികൾ. ഇറാൻ ലക്ഷ്യമിടുന്നത് ഈ തുറമുഖങ്ങളെ പൂർണ്ണമായിട്ട് ബോംബിട്ട് തകർക്കുവാനല്ല, മറിച്ച് കപ്പലുകളിൽ നിന്നും സാധനങ്ങൾ ഇറക്കുവാൻ ആവശ്യമായ വലിയ ക്രെയിനുകൾ, ഇന്ധന പൈപ്പ് ലൈനുകൾ, റെയിൽ ബന്ധങ്ങൾ, ഇവയെ കൃത്യതയോടുകൂടി തകർക്കുക എന്നുള്ളതായിരിക്കും വരുന്ന നാളുകളിൽ ഇറാൻ ലക്ഷ്യം വെക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട മേഖലകൾ. ഇറാന്റെ തന്ത്രങ്ങളെ നമുക്ക് 3 ഘട്ടങ്ങളായി തരംതിരിക്കുവാൻ കഴിയും. 1. തുറമുഖങ്ങൾ നിശ്ചലമാക്കുക. തുറമുഖങ്ങളിലെ ലോഡിംഗ് ക്രെയിനുകൾ തകർക്കുന്നതിലൂടെ ചരക്ക് കപ്പലുകൾക്ക് സാധനങ്ങൾ ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയെത്തും. 2ാമത്തെ ഘട്ടം ഗതാഗത സംവിധാനങ്ങൾ തകർക്കുക. പ്രധാന ഹൈവേകളിലെ പാലങ്ങൾ, റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ, ടണലുകൾ എന്നിവ തകർക്കുക. ചെറിയൊരു രാജ്യത്തെ പ്രധാന പാതകൾ തകർന്നാൽ സൈനിക വാഹനങ്ങളുടെ നീക്കം പൂർണ്ണമായും നിലയ്ക്കും. 2026 ഫെബ്രുവരിയിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ പിടിച്ചെടുക്കലിലൂടെ ഇറാൻ ഇതിന്റെ ഒരു ട്രെയിലറാണ് ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. 3ാമത്തെ ഘട്ടം രഹസ്യ സംഭരണശാലകൾ തകർക്കുക എന്നുള്ളതാണ്. ഇന്ധനവും ആയുധങ്ങളും ഒളിപ്പിച്ചിരിക്കുന്ന ഫോർവേഡ് ലോജിസ്റ്റിക് ഡിപ്പോകളെ കൃത്യമായി ഇന്റലിജൻസ് വഴി കണ്ടെത്തുകയും അതിനെ തകർക്കുകയും ചെയ്യുക. തുറമുഖങ്ങൾ അടഞ്ഞാൽ അമേരിക്ക സാധാരണയായി ഉപയോഗിക്കുന്ന പ്രതിവിധി വ്യോമമാർഗം വഴി സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിന് വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങുവാൻ കഴിയുന്ന റൺവേകൾ ആവശ്യമാണ്. റൺവേകളിൽ വലിയ കുഴികൾ ഉണ്ടാക്കിയാൽ അമേരിക്കൻ വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങുവാൻ കഴിയില്ല. കപ്പലുകൾ വഴി എത്തിക്കുന്ന ചരക്കുകളുടെ അത്രയും അളവ് വിമാനങ്ങൾ വഴി മാത്രം എത്തിക്കുക എന്നുള്ളത് പ്രായോഗികമായി അസാധ്യമാണ്. ആധുനിക യുദ്ധരംഗം വെറുമൊരു ഭൗതിക യുദ്ധമല്ല. കഴിഞ്ഞ ദശകത്തിൽ ഡ്രോൺ സംവിധാനങ്ങൾ, മിസൈൽ കൃത്യത മെച്ചപ്പെടുത്തൽ എന്നിവയിൽ ഇറാൻ വൻതോതിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഭാവി പശ്ചിമേഷ്യൻ ഏറ്റുമുട്ടലുകൾ പരമ്പരാഗത വ്യോമശക്തിയേക്കാൾ ഡ്രോൺ കൂട്ടങ്ങളെയും ഇലക്ട്രോണിക് യുദ്ധമുറകളെയും ആശ്രയിച്ചായിരിക്കും മുന്നേറുക. ഇതിനൊപ്പം തന്നെ സൈബർ യുദ്ധം മറ്റൊരു സങ്കീർണതയും സൃഷ്ടിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള സൈബർ ഓപ്പറേഷനുകളിൽ ഇരുപക്ഷവും ശക്തമായി ഏർപ്പെടുന്നുണ്ട്. ഒരു വശത്ത് മിസൈലുകൾ വരുമ്പോൾ മറുവശത്ത് റഡാറുകളുടെ ഏകോപനം തകർക്കുവാൻ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു. ഈ വെല്ലുവിളികളെ നേരിടുവാൻ രാജ്യങ്ങൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അസിസ്റ്റഡ് ടാർഗറ്റിംഗ് സംവിധാനങ്ങൾ എന്നിവയിലേക്ക് തിരിയുകയാണ്. മെഷീൻ സ്പീഡ് തീരുമാനങ്ങളിലൂടെ ഭീഷണികളെ വിലയിരുത്തുവാൻ AI അൽഗോരിതങ്ങൾക്ക് കഴിയുമെങ്കിലും സൈബർ ഇടപെടലുകൾ കാരണവും സോഫ്റ്റ്വെയർ പിശകുകൾ കാരണവും യുദ്ധം അപ്രതീക്ഷിതമായി കൈവിട്ടു പോകുവാനുള്ള മറ്റൊരു സാധ്യതയും മുൻപോട്ട് വെക്കപ്പെടുന്നുണ്ട്. ഇരുപക്ഷവും സന്ദേശങ്ങളെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റായ കണക്കുകൂട്ടലുകൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന് വഴിമരുന്നിടുവാൻ സാധ്യതയുണ്ട്. ഈ സൈനിക കണക്കുകൂട്ടലുകൾക്കും സാമ്പത്തിക ഭീതികൾക്കും അപ്പുറം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രപരമായ ചർച്ചകൾ നൽകുന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ്. ആധുനിക നഗരങ്ങൾ സാങ്കേതിക യുദ്ധങ്ങൾക്ക് മുൻപിൽ കൂടുതൽ ദുർബലമാവുകയാണ്. പശ്ചിമേഷ്യയിലെ അസ്ഥിരത ലോകമെമ്പാടുമുള്ള ഇന്ധന വിലയെയും പണപ്പെരുപ്പത്തെയും ബാധിക്കുമെന്ന് ആഗോള വിപണിക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് യൂറോപ്പ് മുതൽ ഏഷ്യ വരെയുള്ള സർക്കാരുകൾ ഈ നീക്കങ്ങളെ അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ പൂർണ്ണമായ സൈനിക ശേഷിയെക്കുറിച്ച് തന്ത്രപരമായ അവ്യക്തത നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് അടുത്തതായി സംഭവിക്കുക എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും പശ്ചിമേഷ്യൻ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ആധുനിക യുദ്ധമുറയിലെ ഈ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു തന്ത്രപ്രധാനമായ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.